അല്ല എനിക്കൊരെണ്ണം തന്നെളിയാ കൊള്ളൂല തിന്നണ്ട. ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. കോട്ടൂർ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിന്ന്. അഗസ്ത്യവനം സെറ്റിൽമെന്റിലെ മേലെയാമല, താഴെയാമല, ആയിരംകാൽ, കൊമ്പെ എന്നീ പ്രദേശങ്ങളിലെ കുട്ടികൾക്കായുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനായാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. 2018 പ്രളയകാലത്ത് ഒരുമിച്ച് കൂടി ഞങ്ങൾ ഇന്നും വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിനൊപ്പം തുടരുകയാണ്. അക്ഷരവഴി എന്ന പേരിലുള്ള പഠന കിറ്റ് വിതരണ പരിപാടി ആമല സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്നു. പരിപാടി വാർഡ് മെമ്പർ ജമീല ഉദ്ഘാടനം ചെയ്തു. മുഖ്യ അതിഥിയായി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അനിൽകുമാർ സാർ പങ്കെടുത്തു. കഴിഞ്ഞ 8 വർഷങ്ങളിലായി സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ സജീവമായ ഫിനിക്സ് TBM വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനായി ഓരോ വർഷവും പഠന സഹായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നു. ബാക്കി കാഴ്ചകൾ വീഡിയോയിലൂടെ കാണാം. നമസ്കാരം. നമ്മുടെ പരിപാടി നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. നമസ്കാരം. നമ്മുടെ ഫിനിക്സ് TBM എന്ന് പറഞ്ഞ സംഘടന ആദ്യമായിട്ടാണ് ഇതുപോലൊരു സ്ഥലത്തോട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഇതുപോലെ പല ആക്ടിവിറ്റികളും പല സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അത് പുറത്തങ്ങോട്ട് പൊടിയേക്കാല അതുപോലെ തന്നെ പേപ്പാറ അങ്ങോട്ടൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് എത്താൻ സാധിച്ചത്. ഇവിടെയുള്ള നിങ്ങളുടെ വാർഡ് മെമ്പർ മറ്റുള്ളവരുടെ ഒരു അഭിപ്രായത്തിൻ്റെ മാനിച്ച് നമ്മളിവിടെ എത്തിച്ചേർന്നതാണ്. അപ്പോൾ നമ്മുടെ കർമ്മ പരിപാടികൾ നമുക്ക് ആരംഭിക്കാം. ആദ്യമായി സ്വാഗതം അർപ്പിക്കുന്നതിന് ഫിനിക്സിൻ്റെ സെക്രട്ടറി ശ്രീജിത്തിനെ ക്ഷണിച്ചു. സ്വാഗതം ചെയ്യുന്നത് അധ്യക്ഷൻ ശ്രീരാജിനെയാണ്. അതുപോലെ തന്നെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് വന്ന ജിമില മാഡം, വാർഡ് മെമ്പർ ജിമില മാഡത്തിനും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുഖ്യ അതിഥി നിങ്ങളുടെ സ്വന്തം അനിൽകുമാർ സാറിനെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉരുമൂപ്പൻ കുഞ്ഞിരാമൻ സാറിനെ ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ പേരെയും ഫിനിക്സിൻ്റെ മറ്റു മെമ്പേഴ്സിനെയും 2018 പ്രളയമുണ്ടായ സമയത്ത് അവിടെയുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു ക്യാമ്പ് സ്ഥാപിച്ചിരുന്നു കോട്ടണി സ്കൂളിൽ. അങ്ങനെ കോട്ടണി സ്കൂളിൽ സ്ഥാപിച്ച ക്യാമ്പിൻ്റെ പേരായിരുന്നു ഫിനിക്സ് TBM എന്ന്. അതായത് ദുരന്തത്തിൽ അകപ്പെട്ടു പോയ ആൾക്കാരെ പുനരധിവസിപ്പിക്കാനും അവരെ ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് കൊണ്ടുവരാനും വേണ്ടി നമ്മൾ തയ്യാറാക്കിയ ഒരു സംഘടന. അങ്ങനെ 2018 നമ്മൾ ഈ സംഘടന ആരംഭിച്ചു. അതിനുശേഷം ഒരുപാട് പ്രോഗ്രാമുകൾ, ആദ്യം ഇതൊരു ചാരിറ്റി പ്രോഗ്രാം മാത്രമായിട്ടാണ് നമ്മൾ കണക്കാക്കിയത്. പിന്നീട് നമുക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ ഇതിൽ NGO ആയിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ ഗവൺമെൻറ് അണ്ടറിലായിട്ട് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനായിട്ട് നമ്മുടെ സംഘടനയെ രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ ഭാഗമായി ഒരു വർഷത്തെ മിനിമം 6 പ്രോഗ്രാമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. 12 വരെ നമ്മൾ പോകും. അതിൽ ഓരോ കുട്ടികൾക്ക് വേണ്ടി, അതിന് പ്രോഗ്രാമുകൾക്ക് ഓരോ തരത്തിലുള്ള സെലക്ഷൻസ് നമുക്കുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം, അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേഷൻ പ്രോഗ്രാം, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അതുപോലെ തന്നെ പഠന കിറ്റ് വിതരണത്തിലൂടെ തന്നെ ഫുഡ്, മറ്റ് സാധനങ്ങൾ ഇതുപോലെ സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന പ്രോഗ്രാം, മെഡിക്കൽ ഹെൽപ്പിംഗ് പ്രോഗ്രാം, ഇങ്ങനെ പല പ്രോഗ്രാമുകളായിട്ടാണ് നമ്മൾ തരംതിരിച്ചിട്ടുണ്ടാവും. അത് ഗ്രൂപ്പിലെ കമ്മിറ്റി മെമ്പേഴ്സിന്റെ തീരുമാനപ്രകാരം ഒരു വർഷം ഇത്ര പ്രോഗ്രാം എന്നുള്ള നമ്മൾ സെലക്ട് ചെയ്യും. അതിൽ കഴിഞ്ഞ 8 കൊല്ലമായിട്ട് ഫിനിക്സ് ട്രിവാൻഡ്രം ചെയ്തു വരുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ കുട്ടികൾക്കുള്ള പഠന കിറ്റ് വിതരണം. ഈ ഇത്രയും കാലയളവിനിടയിൽ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് പഠന കിറ്റ് വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തവണ ഇവിടത്തേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷം ഉണ്ട്. അതിൽ ഓരോ ആൾക്കാരെ നമ്മൾ പ്രത്യേകം എടുത്ത് പറയണം. ഇവിടെ നമ്മൾ സമീപിച്ചപ്പോൾ നമ്മളോട് സഹകരിക്കാൻ തയ്യാറായ നിങ്ങളുടെ വാർഡ് മെമ്പർ, അതുപോലെ തന്നെ അനിൽകുമാർ സാറ്, ഇത്തരത്തിലുള്ള ഓരോ ആൾക്കാരുടെയും സമീപനം അതൊരു വലിയ കാര്യമാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്തോട്ട് എത്തിച്ചേരാൻ അവരുടെ സഹായം നമുക്ക് വേണ്ടി വന്നു. അതായത് ഉയരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരിക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനു വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന കിറ്റുകൾ പോലും ഞാനത് പ്രത്യേകം എടുത്ത് പറയണം. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ക്ലാസ് ബേസ് ചെയ്ത് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഓരോ കുട്ടികൾക്കും എത്ര പീരീഡ് ഉണ്ട്, അതിന് എത്ര ബുക്കുകൾ വേണം, അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം. ഇൻസ്ട്രുമെന്റ് ബോക്സ് കൊണ്ടുപോകേണ്ട കുട്ടികൾക്കാണെങ്കിൽ അങ്ങനെ, അല്ല കോളേജ് കുട്ടികൾക്ക് വേണ്ടിയാണ് അങ്ങനത്തെ സാധനങ്ങൾ. അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കാനുള്ള ഫയലുകൾ, എല്ലാ സാധനങ്ങളും, LKG UP LP കുട്ടികൾക്കുള്ള കുടകൾ, മറ്റു സാധനങ്ങൾ, വാട്ടർ ബോട്ടിൽ, കൊച്ചു കുട്ടികൾക്കെല്ലാം നമ്മൾ വാട്ടർ ബോട്ടിൽ, അതിലെ വാട്ടർ ബോട്ടിലും നമ്മൾ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടി എല്ലാവർക്കും സ്റ്റീൽ വാട്ടർ ബോട്ടിൽ, അത് നിങ്ങളുടെ ബാഗിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും, ഓരോ കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ ഓരോന്ന് കണക്കെഴുതി കൃത്യമായി നിങ്ങളുടെ ബാഗിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് പരിശോധിക്കാം. ഒരു തരത്തിലുള്ള കുറവും ഈ കിറ്റിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത് നമ്മുടെ സംഘടനയുടെ ഉറപ്പാണ്. നമ്മൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ സാറിൻ്റെ നേതൃത്വത്തിൽ അണകാൽ എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റിലെ കുട്ടികൾ കൂടിയുണ്ട്. അവിടെ നമുക്ക് എത്താൻ സാധിക്കില്ല.
സാറ് മുൻകൈ എടുത്തത് അവിടെ എത്തിച്ചോളും എന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. വളരെയേറെ സന്തോഷമുണ്ട്. എന്തെങ്കിലും ബുക്കുകൾ വേണോ, നമ്മളെ സമീപിക്കാം. അടുത്ത ദിവസം ഇവിടെ സാധനം പഠിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം നിങ്ങൾ മുന്നിൽ കാണുക. നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സഹകരണങ്ങളും നമ്മൾ ചെയ്തു തരും. എന്തായാലും എനിക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഈ ഒരു ഭാഗം, ഈ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരു മേഖലയാണ്. അപ്പം എനിക്കിപ്പോൾ 2 സെറ്റിൽമെൻറ്റ്, 4 സെറ്റിൽമെൻറ്റാണ്. ഒന്ന് ഇവിടെ ഈ ആയിരങ്കാലും ആമലയും രാത്തെറുമ്പിയാണ്. അതിനെയും ഒറ്റപ്പെട്ട ഒരു മേഖലയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ 2 സെറ്റിൽമെൻറ്റ് എങ്ങനെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് നിങ്ങളെ പോലുള്ളവരുടെ ഒരു മേൽനോട്ടത്തിൽ മാത്രമേ എനിക്ക് പറ്റൂ. കാരണം ഇത്രയും പേരെ പഞ്ചായത്തിൻ്റെ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ മക്കളെ നിങ്ങളെ പോലുള്ള ഈ ഫിനിഷ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കഴുത്തറത്തിട്ടാനും കുതിച്ചു വരുന്ന ഒരു പക്ഷിയാണ് അല്ലേ. അപ്പോൾ അതുപോലെ ഇനിയും നിങ്ങൾ ഉയർന്നു വരട്ടെ. അപ്പോൾ എന്തായാലും ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, കാരണം ഇവിടെ ഈ മക്കളെന്ന് പറയുമ്പോഴത്തേക്കും പുറത്ത് നിന്ന് പഠിക്കുന്ന കുറച്ച് പിള്ളേരുണ്ട്, എല്ലാ ദിവസവും പോയി വരുന്ന മക്കളുണ്ട്. അപ്പം ഈ റോഡും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ അത്രയും ബുദ്ധിമുട്ടാണ് ഈ മക്കൾ ഇവിടെ പഠിച്ചു വരുന്നത്. അപ്പം പഠിച്ച് വളർന്ന് ഒരു ജോലിയൊക്കെ സമ്പാദിച്ച് അച്ഛനമ്മമാരെ സംരക്ഷിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സംഘടന ഇവിടെ സാധനങ്ങൾ എത്തിച്ചു എന്നത് അത് ഇത് സംഘടനയെ ഞാനൊരു സംഘടനയിലെ ഒരാളാണ്. ഞാൻ തന്നെ ഇത് എങ്ങനെ എത്തിക്കാൻ കഴിയും എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ ഇവർ കൊണ്ടുവരുന്നു എന്നുള്ള വളരെ സന്തോഷപൂർവ്വം വാങ്ങിക്കുന്നതൊക്കെ ചെയ്യുന്നു. ഈ വാങ്ങുന്ന സാധനങ്ങൾ നമ്മൾ ഇതേപോലെ വളർന്ന് നാളെ ഒരു കാലം നമ്മൾ ഇതേപോലെ ഒരാളായി മാറും. ഏതെങ്കിലും കുട്ടി ഇതിനുള്ള 100 ആരെങ്കിലും ഇവരെ പോലെ ഇവരും വളരെ താഴെത്തട്ടിൽ നിന്ന് വളർന്നു, വീട്ടിൽ നിന്ന് വഴക്കുണ്ടായി അടിയിലൂടെയൊക്കെ പഠിച്ച് വന്നിട്ട് ഇപ്പോഴും ഈ വണ്ടിയിൽ നിന്ന് പറഞ്ഞതാണ് എപ്പോഴെത്തും എവിടെ എത്തും എന്നൊക്കെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണം അവർ. അതേപോലെ അവർ ഒളിച്ചും പതുങ്ങി ഇത്ര ദൂരം എന്ന് പറഞ്ഞായിരിക്കില്ല അവർ വന്നത്. വനത്തിനകത്ത് ഇത്രയും ദൂരം ഉണ്ടെന്നും ഇത്ര ആനയുണ്ടെന്നും പുലിയുണ്ടെന്നും പറഞ്ഞായിരിക്കില്ല വന്നത്. അവർ പറയുന്നത് പെട്ടെന്ന് എത്താതെ പറഞ്ഞു. അതേപോലെ നമ്മൾ ഈ കഷ്ടപ്പാടിലൂടെ വന്ന് നമ്മളെ സഹകരിക്കുന്നവരെ നിങ്ങൾ ഭാവി തലമുറയിൽ ആരെങ്കിലും, ഒരാളൊന്നുമല്ല ഇവിടെ ഇരിക്കണമെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ പറ്റും. ഇതേപോലെ നമ്മളൊന്ന് ഇതേപോലെ ചെയ്ത് ചാരിറ്റി ചെയ്ത് നോക്കണം. അപ്പോഴതിൻ്റെ ആ ഒരു വിഷമം പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ അവരിവിടെ കൊണ്ടുവന്നു, നമ്മൾ വളരെ സന്തോഷപൂർവ്വം എല്ലാം വാങ്ങി. എങ്ങനെ കൊണ്ടുവന്നു എന്ന് വാങ്ങുന്നവർ അന്വേഷിക്കാറില്ല, നമ്മൾ ഇരിക്കുന്നവരും പരമാവധി അന്വേഷിക്കാറില്ല. ഇപ്പം നമ്മളെ ഈ പ്രസിഡന്റ് പറഞ്ഞ പോലെ സെക്രട്ടറി പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞു, ഇനി സെക്രട്ടറി എണീറ്റ് പറഞ്ഞു ഇവിടെ എന്ത് സഹായമാണെങ്കിൽ തരാം. അപ്പം നമ്മളെല്ലാം മനസ്സിൽ വിചാരിക്കും അവരെല്ലാം ഫ്രീ ആയിട്ട് ആരോ കൊണ്ടുകൊടുക്കും, അതെല്ലാം വാങ്ങിക്കുന്നുണ്ട്. ഓരോ സാധനവും കിട്ടാനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുമ്പോഴേ അറിയാം. ഒരു കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ ബുക്ക് തന്നെ നമുക്കുണ്ടായിരുന്നു. അത് ഞാനിവിടെ നമ്മളെല്ലാം കൂടെ ഇറങ്ങി കയറി നടന്നാണ് കൊണ്ടുവന്നത്. അതേപോലെ ഓരോ സാധനവും ഇതിൻ്റെ ഓരോന്നിൻ്റെ വിലയേക്കാൾ ഉപരി എത്ര പ്രാവശ്യം ഒരാളിൻ്റെ അടുത്ത് ചെന്ന് ഇത് ശേഖരിച്ച് അയാളോട് ബോധ്യപ്പെടുത്തുകയാണ് ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ. ഇത് എന്തിനാണ് കൊടുക്കുന്നത്, അവർക്ക് അതിൽ ആവശ്യമുണ്ടോ, ഇത് കൊടുക്കുന്നതിൽ പിന്നെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ. ഒരു കാരണവശാലും അവരെ സംബന്ധിച്ച് പഠിക്കുന്ന കുട്ടികളെ പുറകെ നടന്ന് പഠിക്കാൻ പറ്റില്ല. അപ്പം നമ്മളത് ചെയ്യേണ്ടത് ഈ കിട്ടുന്നത് വളരെ പുണ്യത്തോടുകൂടി. ഞാനൊക്കെ കൊച്ചിലെ പഠിച്ചപ്പോഴൊന്നും നമുക്കൊരു ബുക്ക് ആരും തന്നില്ലെന്ന് വന്ന ഈ സംഘടന ആദ്യമായിട്ട് ഞങ്ങളുടെ യൂണിയൻ്റെ പേരിൽ സന്തോഷം അറിയിച്ചിട്ടുണ്ട്. Oh,